നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇനി നടക്കാനുള്ള 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അത് രാവിലെ തന്നെ BJP നേതാക്കൾ, ഒപ്പം അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ തന്നെ വോട്ട് ചെയ്യാനായി എത്തിക്കഴിഞ്ഞു. അവർ വോട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇത് കൂടുതൽ നിർണായകവും ജനശ്രദ്ധയും കിട്ടാനുള്ള കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീ എൻട്രി തന്നെയാണ്. കുന്നത്തൂർ മേട്ടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലക്കാടേക്ക് വോട്ട് മാറ്റിയത്. ഇത്രയും നാളും അദ്ദേഹത്തിന് പത്തനംതിട്ടയിലായിരുന്നു വോട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് ഏറ്റവും ഒടുവിലാണ് പാലക്കാടേക്ക് അദ്ദേഹം വോട്ട് മാറ്റിയത്. കുന്നത്തൂർ മേട്ടിലാണ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് ഉള്ള സ്ഥലത്താണ് ഈ കുന്നത്തൂർ മേട്. അതിൽ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ 1-ാം ബൂത്തിലാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നറിയില്ല. എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും വേണ്ടപ്പെട്ടതും അതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും വോട്ട് ചെയ്യാനായി എത്തുമെന്നാണ്. നിലവിൽ ഒരു തരത്തിലുമുള്ള നിയമ തടസ്സങ്ങൾ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ വരുന്നത് ഇല്ല. കാരണം 2 കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ നിന്നും അതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ നിന്നും, സെഷൻസ് കോടതിയിൽ നിന്നും ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത്, 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായി, വോട്ട് ചെയ്യാനായി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വോട്ട് ചെയ്യാനായി വന്നു കഴിയുമ്പോൾ, വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകില്ല, അതിനുശേഷം വോട്ട് ചെയ്ത് ഇറങ്ങിയതിനു ശേഷം രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാലക്കാട്ടെ ജനങ്ങളോടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ MLA ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് MLA എല്ലാവരും കൂടി ചേർന്ന് ക്രൂശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു. കോൺഗ്രസ് അതിന് കൃത്യമായ ഒരു മറുപടി തരണം. കാരണം കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൃത്യമായ ഒരു മറുപടി ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ പറയുന്നത്. LDF-ഉം BJP-ക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ കൃത്യമായ ഭൂരിപക്ഷമുള്ള, കൃത്യമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, BJP-ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ല തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം ഹാട്രിക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP ഇറങ്ങുന്നത്. MLA സ്ഥാനത്ത് കോൺഗ്രസ് ആണെങ്കിൽ അല്ലാതെ ഈ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. മാത്രമല്ല, എന്നാൽ ജില്ലാ പഞ്ചായത്തുകൾ ഇവിടെയെല്ലാം തന്നെ ത്രിതല പഞ്ചായത്ത് ഭരണങ്ങളൊക്കെ തന്നെ ഈ LDF-ന്റെ കീഴിലുമൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയ ആവേശവും ആത്മവിശ്വാസവും ഉള്ളതാണ്. രാഹുൽ മാങ്കൂട്ട വിഷയം ഉള്ളതിനാൽ തന്നെ ഒരു തരത്തിലും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല എന്ന് ആണി അടിച്ചു പറഞ്ഞവരും അവിടെയുണ്ട്. എന്തായാലും വലിയ ബെറ്റൊക്കെ തന്നെ നടന്നിട്ടുമുണ്ട് ഇവിടെ. എന്തായാലും MLA വോട്ട് ചെയ്യാൻ എത്തുമെന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുന്നത്തൂർ മേട്ടിലെ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലാണ് അദ്ദേഹം വരികയാണെങ്കിൽ എത്തുക. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ ഒരു പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രാവിലെ തന്നെ ഇവിടേക്ക് എത്തുന്ന വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. പ്രമുഖരൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ സണ്ണി ജോസഫ്, MK മുനീറ, എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടമാണ് ആരംഭിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലയിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ട് എടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. 6 മണി വരെയാണ് അവസാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ വിധി എഴുതിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. 2-ാം ഘട്ടത്തിൽ 7 ജില്ലകളിൽ പോര്. 2-ാം ഘട്ടത്തിൽ 7 ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 1177 ഡിവിഷനുകളിലേക്കും 470 ഗ്രാമപഞ്ചായത്തുകളിലെ 915 വാർഡുകളിലേക്കും 47 മുനിസിപ്പാലിറ്റികളിലെ 1829 വാർഡുകളിലേക്കും 3 കോർപ്പറേഷനുകളിലെ 188 വാർഡുകളിലേക്കുമാണ് ജനവിധി നടക്കുന്നത്. ആകെ 1.53 കോടിയിലധികം വോട്ടർമാർ ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ 80.90 ലക്ഷം സ്ത്രീ വോട്ടർമാരും 72.46 ലക്ഷം പുരുഷ വോട്ടർമാരും ഉൾപ്പെടുന്നു. 18,274 പോളിംഗ് സ്റ്റേഷനുകളാണ് 7 ജില്ലകളിലായി സജ്ജമാക്കിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ മുന്നണികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഉൾപ്പെടെ 38,994 സ്ഥാനാർത്ഥികളാണ് 2-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഈ ജില്ലയിൽ കഴിഞ്ഞ 1 മാസക്കാലം നീണ്ടുനിന്ന തീവ്രമായ പ്രചരണത്തിന് ചൊവ്വാഴ്ചയാണ് കൊട്ടിക്കലാശമായത്.
തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വികസനവും കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 13-നാണ് ഇരു ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത്. അവധി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. 7 ജില്ലയിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് 7 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻ അധ്യക്ഷനും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തലിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും കുരുക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ജാമ്യം കിട്ടിയതിൽ അവർ വിരളി പൂണ്ട് ഉടൻ തന്നെ അടുത്ത നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ജാമ്യം റദ്ദാക്കണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ച ശരിയായില്ല, അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് എതിരെ ലൈംഗിക പീഡനം പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചത് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു MLA-ക്കെതിരെയാണ് പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും മറ്റ് തെളിവുകളും രാഹുലിനെതിരെയാണ്. ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും രക്ഷപ്പെടാൻ കരഞ്ഞു കാലു പിടിച്ചിട്ടും അതിജീവിതയെ ആക്രമിക്കുകയും ചെയ്തുവെന്ന മൊഴിയിൽ പറയുന്നു. രാഹുലിനെതിരെ ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോക്കൽ അടക്കം ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ പ്രതി കേസിന്റെ അന്വേഷണത്തെയും സാക്ഷികളെയും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ട്. ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയെ അറിയിക്കും. സെഷൻസ് കോടതിയുടെ ജാമ്യം ഉണ്ട്. ഉപാധികൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടുകൂടിയുള്ള മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ ജാമ്യത്തിൽ വിടണം. അന്വേഷണവുമായി സഹകരിക്കണം. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത് എന്നും നിർദ്ദേശമുണ്ട്. ജാമ്യം ലഭിച്ചതോടുകൂടി ദിവസങ്ങളായി ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. ക്രൂരമായ ബലാത്സംഗം നടന്നെന്ന യുവതിയുടെ മൊഴി അടക്കമുള്ള പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ടിയെ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. പരാതി നൽകുന്നതിലെ കാലതാമസവും FIR-ലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. ആരോപിക്കപ്പെട്ട പരാതി അതീവ ഗൗരവതരം. സമ്മർദ്ദം സാധ്യത തള്ളിക്കളയാനാവില്ല. പരാതി വൈകിയതിലെ കാരണത്തിലും വൈരുദ്ധ്യമുണ്ട്. പോലീസ് പരാതി നൽകാതെ KPCC പ്രസിഡന്റിന് നൽകിയതും കോടതി എടുത്തു പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് മൊഴി എടുത്തത് എന്നും ചൂണ്ടിക്കാട്ടി. ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ല എന്നും കോടതി പറഞ്ഞു. ക്രൂര ബലാത്സംഗത്തിന് ശേഷവും അതിജീവിത വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്നും കോടതി നിരീക്ഷണത്തിൽ വരുന്നുണ്ട്. എന്തായാലും പരാതി വൈകിയതുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗത്തിന് തെളിവില്ലാത്തതുമാണ് ജാമ്യത്തിന് കാരണമായത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ: പരാതിക്കാരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി കണ്ടെത്തി. KPCCക്ക് നൽകിയ പരാതിയിൽ സ്വകാര്യതയും ഭാവിയും നശിക്കുമെന്ന ഭയമാണ് കാരണം എന്ന് പറയുമ്പോൾ പോലീസ് നൽകിയ മൊഴിയിൽ രാഹുൽ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചതാണ് വൈകാൻ കാരണമെന്ന് പറയുന്നു. ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ സാധിക്കുന്ന പ്രഥമ ദൃഷ്ട്യാ രേഖകളൊന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകാതെ 2 വർഷത്തിലധികം വൈകി KPCC പ്രസിഡന്റിന് പരാതി നൽകിയതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. പരാതി നൽകിയത് സമ്മർദ്ദത്തെ തുടർന്നാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും വിധിയിൽ പറയുന്നു. യുവതി പോലീസിൽ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ച് എന്നതിനെ സംശയിക്കുന്നുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ സംഭവത്തിന് ശേഷവും യുവതിയും രാഹുലും തമ്മിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഫോൺ വഴിയും ബന്ധം തുടർന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹസന്നദ്ധ അറിയിച്ചിരുന്നുവെന്ന് യുവതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. ജാമ്യ വ്യവസ്ഥകളും തുടർ നടപടികളും രാഹുലിന് ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണം. ഈ മാസം 15-ന് രാഹുലിന്റെ കേസിൽ കോടതി വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ 2 ആഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു. സന്ദീപ് വാര്യർക്കും ആശ്വാസമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നത്.